അടി തുടങ്ങിയോ? കഴിഞ്ഞു. ഇനി എവിടെ നിന്ന് അടി കിട്ടി പോവാനെ തല്ലി മര്യാദക്ക്. നീയൊക്കെ എന്തോ വിചാരിച്ചു? നീയൊക്കെ അതിനുള്ള ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പീക്കപ്പോ പീക്കുണ്ടായിരുന്നു. ഞാൻ മാറിയപ്പോ രണ്ടടി അടിക്കില്ല. കൊള്ളടാ നീ. ഉണ്ട് ഈഗോ പീക്കിന്റെ ഒക്കെ അങ്ങേ അറ്റം. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളൊന്നും കാണാത്ത, നിങ്ങളൊന്നും അറിയാത്ത ഒരു കീരിയെ എനിക്കറിയാം. അത് വെച്ച് നോക്കുമ്പോ എനിക്കിതിൽ വലിയ അത്ഭുതം ഇല്ല. ഒരു റെയിൻബോ 6 സീജ് കളിച്ചോണ്ടിരുന്ന ഒരു കീരി ഉണ്ട് പണ്ടത്തെ. പിക്സൽ. അന്ന് കീരിയല്ല, അന്ന് പിക്സൽ. അത് വെച്ച് നോക്കുമ്പോ ഇതല്ല. പണ്ടാര പ്രാന്തന്മാരാണെന്നോ? ഇങ്ങോട്ട് വിഷയം ഇങ്ങോട്ട് കിട്ടിയത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അത്രയുള്ള വിഷയം. ഹലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ആൾക്കാരെ കിട്ടി വന്നേക്കോ. എന്നെ പറഞ്ഞില്ലല്ലോ. പോടാ അവിടുന്ന്. കണ്ണാപ്പിക്ക് ഇത്രയായിട്ട് കേവി ആരാന്നറിയില്ലേ? തിരിച്ച് റിയാക്ട് ചെയ്യും. നട്ടുള്ള ലീഡറാണ് റിയാക്ട് ചെയ്യും. അതന്നെ ഞാനും ചെയ്തുള്ളേ. തിരിച്ച് ടിവിയുടെ ഇവിടുന്ന് ഇനി അപ്പാപ്പനും കിട്ടത്തില്ല, ഇനി കാപ്പനും കിട്ടത്തില്ല. സോറി. ഞങ്ങളുടെ ഇത് ഇവിടെ എന്ത് ചെയ്യാനാണ് താല്പര്യം? ഇവിടെ എന്ത് ചെയ്യാനാണ് താല്പര്യം? ഇതിന്റെ കമ്മ്യൂണിറ്റി ഏതെങ്കിലും ഒരുത്തിന്റെ ദേഹത്ത് വെളിയിൽ ഏതെങ്കിലും ഒരുത്തം തൊടണം. പിന്നെ നീ വീട്ടിൽ കിടന്ന് ഉറങ്ങൂല. ഇപ്പൊ ഇവിടെ അടി ഉണ്ടാക്കണ എല്ലാവരുണ്ട്. ഓക്കെ മതി. ഇത് അതിന്റെ കാര്യത്തിലല്ലല്ലോ പറഞ്ഞത്. അത് വേറെന്തോ കേസ്. അത് മറ്റേ ഹാരി ടി ഡി കേസിന്റെ കാര്യത്തിൽ. അതൊക്കെ ചുമ്മാ വെട്ടി അല്ലല്ല, ഹാരി ടി ഡി എം അല്ലല്ലോ, മറ്റേതല്ലേ ഡോക്കിയുടെ കാര്യത്തില്. ഡോക്കി ഹാരി ടി ഡി എം ആ കാര്യത്തിന് വേണ്ടി പറഞ്ഞാണ്. അത് അതിനകത്ത് പണ്ടത്തെ കാര്യം. അത് അപ്ലൈ ചെയ്താ ആലോചിക്കാൻ പോലും വയ്യ. ട്രോമ ദിവസങ്ങൾ. ആലോചിക്കാനേ ഇപ്പൊ പോലും ആലോചിക്കാൻ താല്പര്യമില്ല കൈ. സത്യം പറയാലോ, ഞാൻ ശരിക്കും ഉണ്ടല്ലോ, ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ബ്രാവോ അടക്കം, എന്റെ സ്വന്തം കല്യാണത്തിന് പോലും വിളിക്കാൻ പറ്റാത്ത രീതിയിൽ എന്റെ തലയിലോട്ട് ഞാൻ ഈഗോ കയറ്റി വെച്ച ദിവസം ഓർക്കാൻ പോലും വയ്യ കൈ. സത്യം പറഞ്ഞ ചില തിരിച്ചറിവുകൾ ഉണ്ടായ സമയം അതായിരുന്നു. ഞാൻ ബ്രാവോയെ കല്യാണം വിളിച്ചില്ല. അതറിയാം, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. എന്നാലും എൻ്റെ വൈഫ് ബ്രാവോയുടെ മോഡറേറ്ററാ. അപ്പൊ അവളോട് ഞാൻ പറഞ്ഞു, നിന്നെ ഞാൻ വിലക്കത്തില്ല, നീ വിളിച്ചോ. അവള് വിളിച്ച് കല്യാണത്തിന്, ഞാൻ വിളിച്ചില്ല അന്നത്തെ ദേഷ്യത്തിന്. മനസ്സിലായേ? അമ്മായി ഇവരെ ആരും ഞാൻ കല്യാണത്തിന് വിളിച്ചിട്ടില്ല. അമ്മായി കല്യാണത്തിലല്ലോ, അമ്മായി തള്ളക്കല്ലേ വിളിച്ചത്. കല്യാണം മുടക്കുന്നവരൊന്നുമില്ലേ? പിന്നെ അമ്മായിന്റെ കല്യാണം മുടക്കുന്നവരില്ലേ? ഞാൻ ബൗൺസേഴ്സിനൊക്കെ അറേഞ്ച് ചെയ്തില്ലേ വീട്ടില്. പുള്ളിക്കാരെ കണ്ണൂരിന്ന് വടിവാളായിട്ട് വരുമെന്ന് പറഞ്ഞ്, ബോംബായിട്ട് വടിവാളായിട്ടൊക്കെ വരുമെന്ന് പറഞ്ഞ്, എന്തൊക്കെ സെറ്റപ്പുകളാന്നറിയോ കല്യാണത്തിന് ചെയ്തത്. പിന്നെ എന്തൊക്കെ സംഭവിച്ചതറിയോ? ഓർക്കാൻ പോലും ആഗ്രഹമില്ലാത്ത സമയമാണത്. പ്ലേ ചെയ്തോ. സാധനങ്ങൾ ഒരുമിച്ചിരിക്കോ? അത് പിന്നെ നമ്മൾ മനുഷ്യർ കൂടിയിരിക്കത്തില്ലേ ഒരുമിച്ച്? അല്ലല്ല, ഇതോ അങ്ങനെ ഇരിക്കൂലല്ലോ. ബൗണ്ടറീസ് ഇവർക്ക്. ഇവരെന്തോ ബൗണ്ടറി ഒക്കെ ഇത് ചെയ്യുന്ന ആൾക്കാരല്ലേ? അത് കളിയാക്കുന്നവർക്കുള്ള വീഡിയോ പ്ലേ പോലെ ആണോ? യെസ്, ആഫ്റ്റർ അത് ആണ്. അത് കടുവയാണെന്ന്. അങ്ങനെ എടാ, ഇത് സിംഹമാടാ മണ്ട. കടുവയാണ് ബൗണ്ടറീസ് ആണല്ലേ? എല്ലാത്തിനും ഉണ്ടെന്ന് വിചാരിച്ചു. ഇല്ലല്ലേ? പ്ലേ ചെയ്തോളാ. ടെറിട്ടറി അറിയില്ല, എനിക്കറിയില്ല കേസ്. അത് ആണോ അല്ലയോ? അങ്ങനെ ടെറിട്ടറി
അത് കളിയാക്കുന്നവർക്കുള്ള വീഡിയോ നിനക്കൊക്കെ എന്ത് അധികാരമാണ് അയാളെ കളിയാക്കാൻ? അയാളെ കുറിച്ച് നിനക്കൊക്കെ വല്ലതും അറിയാവോ? എടാ, ഒരു ടീം ബാക്ക് അടിച്ച് നിന്ന സമയത്ത് ആ ഒരാൾ ഒറ്റ ക്യാപ്റ്റനാണ് ആ ടീമിനെ ഇവിടം വരെ കൊണ്ടുവന്നത്. 2 കോപ്പ അമേരിക്ക, ഒരു ഫൈനൽസ്, 3 വേൾഡ് കപ്പ് ഫൈനൽസ്, ഒരു വേൾഡ് കപ്പ്. ഒരു ക്യാപ്റ്റൻ ഇതിൽ കൂടുതൽ എന്തൊക്കെയാണ് ആ ടീമിന് വേണ്ടി നേടിക്കൊടുക്കാനുള്ളത്? നീയൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? വേറൊന്നും കൊണ്ടല്ല, നിനക്കൊക്കെ ഭയമായിരുന്നു അയാൾ 2 വേൾഡ് കപ്പ് ഇനി എടുത്ത് കഴിഞ്ഞാൽ നിന്റെയൊക്കെ തൊലി ഉരിഞ്ഞു പോകുന്നുള്ള അവസ്ഥ ആലോചിച്ചു. ഞങ്ങൾക്ക് നിന്നെ കണക്ക് 2 കളമില്ല, ഒരൊറ്റ കളം മാത്രമേ ഉള്ളൂ. വാമോസ് അർജന്റീന. അയാൾ തുടരുക തന്നെ ചെയ്യും. ഇപ്പൊ ഇതിന് അഭിപ്രായം പറഞ്ഞാൽ ഇവിടെ ഫൈറ്റ് ആവും. അതുകൊണ്ട് നമുക്ക് ഫുട്ബോളിൽ നമ്മളൊക്കെ നമ്മള് ഫിഫന്ന് മൂന്നായ ആൾക്കാരാ. ഞാനൊരു കാര്യം പറയട്ടെ, പുള്ളി പറഞ്ഞൊരു തെറ്റുണ്ട്. അവരെന്നാ പോർച്ചുഗലിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പോർച്ചുഗലിനെതിരെ കളിച്ചപ്പോ സ്പെയിനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറ്റൂല. എല്ലാരും ഓരോ ടീമിന് ഓപ്പോസിറ്റ് വരുമ്പോ സപ്പോർട്ട് ചെയ്യും. ഇറങ്ങടാ പൂച്ചാണ്ടി പറഞ്ഞതിൽ തിരുത്തുണ്ട്, അത് പറഞ്ഞോളൂ. അല്ലാതെ എല്ലാരും ചെയ്തിട്ടുണ്ട്, അല്ലെന്ന് പറയാൻ പറ്റൂല. ഹലോ, കേക്കുന്നില്ല അവന് എന്ത് ചേഞ്ച് അല്ലേ? ഡെൽറ്റയ്ക്ക് ഫോൺ എടുക്കാൻ പോയപ്പോഴല്ലേ? അതെ, ഡെൽറ്റയ്ക്ക് ഫോൺ എടുക്കാൻ പോയപ്പോഴുള്ള. ഇന്നലെ ഡെൽറ്റയുടെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മളെ വിഷയമായിരുന്നു. ഞാൻ വിഷയൊക്കെ ചെയ്തു, ലൈവ് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇന്നലെ ലൈവ് വന്നില്ലല്ലോ ഞാൻ. നീ ഇന്നലെ ലീവ് എടുത്ത് ഓടിയവനല്ലേ നീ? ഇതേ അവന്റെ ഒറ്റക്കുള്ളത് കൊണ്ടിട്ടാ ഇപ്പൊ തുപ്പി കൊടുക്കുമെന്നറിയാം. അതുകൊണ്ട് നൈസായിട്ട് സൈഡിൽ എന്നെ കൂടെ കട്ട് ചെയ്ത് കയറ്റി. എടാ നമുക്ക് അല്ല, മെസ്സിയുടെ ഒരു വീഡിയോ പ്ലേ ചെയ്ത്, അപ്പൊ ക്രിസ്ത്യാനോടെ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട് നമ്മള് ഫുട്ബോൾ സ്കിപ്പ് ചെയ്യണം. Cristiano will be the greatest if they win the World Cup. I'm not agree. If you ask me, Cristiano is a dream to win the World Cup. No, it's not a dream. Really? Yes. You would love it, Cristiano, to win the World Cup. To define if I'm one of the best of the history. To win one competition. 6 games, 7 games. But World Cup, it's a dream. It's a dream. You are a GOAT, right? There's no doubt that it's Messi. Who's the best player in the world? Lionel Messi. Who's the best player of all time? Lionel Messi. Argentina, Messi. McAllister. No, Messi is more important. When Messi has the ball, 1-1-1, you are there. She got fake gems like a beard through like a rhino. Smoked out, no pyro. Keep a mask up on me face, kid, and it's all black. Gotta lie low. Drugs right out. അത് പറഞ്ഞാടാ ഞാൻ അവനെ വരട്ട് പുള്ളിക്ക് ചിരി വരണ. എന്റെ അമ്മോ, ഞാൻ എന്ത് പറയാനാടാ ഇതിന്? അയ്യോ, ഇതിപ്പോ മെസ്സിന്റെ തന്നെ ആയിരിക്കും. അല്ലാതെ രണ്ടും റിവ്യൂ കണ്ടിട്ട് റിവ്യൂ പ്ലേ ചെയ്യണേ. എടാ
എടാ ഇതാണോ മറ്റേ ഗൈസ് ഇതാണോ മറ്റേ എന്താ ബാലൻഡിയർ ആ പക്ഷെ ഈ സൂ എന്തിനാ പറഞ്ഞെന്ന് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അതെന്തിനാ സൂ പറഞ്ഞേ? അത് വേറെ പുള്ളിയുണ്ട് തിയറി ഹെൻറി എന്ന് പറഞ്ഞിട്ട്, പുള്ളി റൊണാൾഡോയെ കളിയാക്കും. അപ്പൊ അതിന് മുന്നേ വെച്ചിട്ട് അവൻ ആ സൂ ഇട്ട് ക്രിസ്ത്യാനോ പിന്നെ അല്ല അണ്ണൻ മാസ് എന്താ ആ ഇവിടെ എടുത്തോളേ അത്രേ ഉള്ളൂ. എരപ്പാളികളെ, നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് ഇത് പത്തുതാലോ നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ ഒരുപാട് ക്ലാപ്പന്മാര് ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസണ്ടല്ലോ കമ്മട്ടം, അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താന് തന്നെ ഇരിക്കും. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. എടാ കഴിഞ്ഞ ദിവസം ഇവിടെ മെസ്സിയുടെ വീഡിയോ ഇല്ലെന്ന് പറഞ്ഞ് ആരോ കൊണ്ടുവന്ന് മെസ്സിയെ വെച്ചങ്ങ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഒരുത്തരൊന്നുമില്ല, എല്ലാവരും ഇട്ടിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ ഡിലീറ്റ് നീ ഡിലീറ്റ് ചെയ്തോണ്ടാ അത് സംഭവിച്ചത്. നീ ആ പോക്കൃത്തരം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഒരു ചെയ്തില്ല ബ്രോ, ചെയ്തു. ഞാൻ ചെയ്തില്ല. പ്ലേ ചെയ്തോ വണ്ടിയുടെ പ്ലേ ചെയ്തോടാ. நான் லேட் நைட் வரும்னு சொல்லிட்டு நீ பாட்டுக்கு சாப்பிடாம உட்காந்து தூக்கிட்டு இருக்க போறேன். நான் இனிமே வரவே மாட்டேன், தெரியும்ல? ஆடாத செவ்வாது மலாடிடும் பொம்மி, ஆண்டவன பாராட்டு இசை கேளடி பொம்மி, என் பாட்டு வந்தாலே மனம் துள்ளிடும் பொம்மி, அவன் பாட்டு இல்லாத இடை எங்கடி பொம்மி, முக்கண்ணு முத்தாக தந்த பாட்டு படிச்சேன், பாட்டி என் நெஞ்சில் குடியிருக்கும் முடிச்சேன், அத்திந்தோம் திந்தியும் தந்தனறிந்தாதிருந்தோம், സകതിന്തോം തിന്തിയും തന്തനറിന്തോം. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ പുള്ളിയുടെ പടത്തിന്റെ റിലീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ലൈക്ക് അത് നമ്മളിനി എത്ര കഥയില്ലെന്ന് എന്താ പറയാ പുള്ളിയെ സ്ക്രീനിൽ കാണുന്നത് ഒരു പ്രത്യേക സന്തോഷമായിരുന്നു ഇത്രയും നാളല്ലേ. സത്യം പറഞ്ഞ ഈ ഫസ്റ്റ് ഡേ ഒക്കെ ഈ ഫാൻ ഷോയ്ക്ക് പോകുന്നതിന്റെ ഒരു ഇത് അത് പോയവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അതൊരു വേറെ വൈബായിരുന്നു. ഹലോ ഹായ് കോച്ച്. എല്ലാരും കോച്ച് എപ്പടി ഇരിക്കേ? എല്ലാം ഗോയിങ് ഗുഡ് ഓൺലി. എന്നാ മാച്ച് എന്നാ? മാച്ച് സെപ്റ്റംബർ ആണ് 11th. സെപ്റ്റംബർ 11th. അപ്പൊ ഇത് ഏത് മാസം? ഇത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. അപ്പൊ അതുവരെ ഇത്രയും ഹാർഡ് പ്രാക്ടീസിങ് ആണോ? യെസ് ബ്രോ, വേറെ എന്താ ചെയ്യുന്നത്? അങ്ങ് പോയി എനിക്ക് ഒരേ ഒരു ആഗ്രഹമുണ്ട്, അടിക്കണം. ഇല്ലല്ല ഓൺലൈൻ ആണ്. ഓൺലൈൻ ആണ്. 60 മാച്ചസ് വിളാടണുണ്ടാ. 60 മാച്ചോ? യെസ് ഗൈസ്, കോച്ച് ഈസ് പ്ലേയിങ് ഫോർ ഇന്ത്യ. ലെറ്റ്സ് ഗോ. അപ്പൊ എല്ലാരും ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറയണം. സെപ്റ്റംബറിലാണ് മാച്ച്. അഗൈൻ കോച്ചും കോച്ചിന്റെ ടീമും ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് കളിക്കാൻ പോവാണ് പബ്ജി PC. നിങ്ങൾക്ക് അറിയാം ഒട്ടും ഈസി അല്ലാത്തൊരു ഗെയിമാണ്. ഓൾറെഡി ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ട്. നമ്മളെ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് കോച്ച് ജപ്പാനിൽ പോയി കളിച്ചതാണ് ഓൾറെഡി ലാൻ ഇവന്റ്. കോച്ച് ഇത് ജയിച്ചാ അപ്പൊ ലാൻ ഇവന്റ് ഉണ്ടോ? ഇല്ലല്ലോ. ഇത് ജയിച്ചാ നമ്മൾക്ക് എല്ലാ ലാൻ ഇവന്റുക്കും ഇൻവൈറ്റ് കിട്ടും ഡയറക്റ്റ് ആയിട്ട്. ടോപ്പ് 5 എത്തിയാലേ മതി. ജയിച്ചിട്ട് വാ. അതെ ഇല്ലേ, MVP അടിക്കുന്നു ഈഗിള്. അതാണ് എന്റെ മെയിൻ ടാർഗറ്റ്. ഫസ്റ്റ് ടോപ്പ് 3 എത്തണം. എന്നോட പേഴ്സണൽ മെയിൻ ടാർഗറ്റ് MVP അടിക്കണം. കോച്ച് MVP അടിക്കണം. മാച്ച് ഞങ്ങൾക്ക് വാച്ച് പാർട്ടി ചെയ്യാം. വെള്ള പെർമിഷൻ മേടിച്ചു തരുമോ? മേടിച്ചു തരാം. ലെറ്റ്സ് ഗോ. അപ്പൊ എന്നാ ഓക്കേവാ, ലൈക് 3 days ഓഫ് പോറാം. ഓഫ് പോണാ? ഇല്ല തിരുച്ചെന്തൂർ ഫാമിലി ടെമ്പിൾ. നീ പൊള്ളാച്ചി പോറ കേൾവിപ്പെട്ട? കോച്ച് പൊള്ളാച്ചി എടുത്താണോ? ഞാൻ പൊള്ളാച്ചി എടുത്താ. നീ പൊള്ളാച്ചി എടുത്താണോ? എനിക്ക് 40 കിലോമീറ്റർ ഉള്ളൂ. 40 കിലോമീറ്റർ ഉള്ളു. എന്നാ ബൈക്ക് എടുത്ത് പൊള്ളാച്ചിലോട്ട് വാ. ഞാൻ വരാം. പൊള്ളാച്ചിയിൽ എന്താ കഥ? കളിയുള്ളെന്ന് പറഞ്ഞു. പൊള്ളാച്ചി ക്രിക്കറ്റ് കളി. ക്രിക്കറ്റ് കളി.
ഓക്കെ കോച്ച് ഓക്കെ പോയിട്ടോ പോയിട്ടോ. അപ്പൊ കിളമ്പ് ശരിടാ. ഓക്കെ കോച്ച് പ്രാക്ടീസിന് പോവായിരിക്കും വീണ്ടും ഇത് പറയാൻ വന്നായിരിക്കും. அது பிராக்டிஸ் தான் போறேன். இக்லு உன்னோட சேனல்ல மட்டும்தான் என்கிட்ட எவ்வளவு பாயிண்ட்ஸ் இருக்கு தெரியுமா? 66k பாயிண்ட்ஸ் ഉണ്ട് என்கிட்ட. எஸ் இப்பதான் நான் ഇവിടെ നോക്ക് റൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സെറ്റ് ആല്ലേ. ഗോ ടു യുവർ സെറ്റിംഗ്സ് അഡ്വാൻസ് ടോഗിൾ ഹാർഡ്വെയർ ആക്സിലറേഷൻ റീസ്റ്റാർട്ട് ഡിസ്കോഡ്. ഞാൻ ഇത് ഓൾറെഡി ചെയ്ത് നോക്കിയതാ ബ്രോ. എന്തേ കോച്ച് ഇവിടെ നോക്ക്. ഒന്ന് എടുത്തടാ. എടുത്തിട്ടുണ്ട്. അല്ല പുള്ളിയുടെ ലൈവ് എടുത്തണ്ട. ആ കോച്ചിന് എടുത്തിട്ടുണ്ട്. കാണിക്കൂ. 66.4k. വേറെ യാർ ചാനൽക്കോ ഇല്ലടാ. 126k ഉള്ളവന്മാരെ കൊണ്ട് കോച്ച് 100k யாரு அவங்க எல்லாம் டை ஹார்ட் மனசுலயா. 3.1 lakh. எனக்கு ரொம்ப பிடிக்கும். இல்லது கேம்பிள் ചെയ്യണല്ലേ കോച്ച്, അതൊക്കെ കിട്ടും. ഞാൻ ഗാംബിൾ എല്ലാരും പോലെ പണതേ കിടയാതല്ലോ. നന്നായിട്ട് എൻജോയ് ചെയ്ത് നമ്മളൊരു ഓഫ് റോഡ് ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വണ്ടിയിൽ ഇതേപോലെ സ്ക്രാച്ചസ് കാണും. അത് കാണുമ്പോൾ ആ ട്രിപ്പിൻ്റെ മൂഡ് അങ്ങോട്ട് പോകും. ഇതിനൊരു സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫിക്സ് പോലെ അല്ലെങ്കിൽ സ്റ്റിക്കർ വർക്ക് പോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് മാഗ്നറ്റിക് സ്റ്റിക്കറാണ്. അതായത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം വണ്ടിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കുക, ആവശ്യം കഴിഞ്ഞ് റിമൂവ് ചെയ്ത് വെക്കുക. വീണ്ടും അടുത്ത ട്രിപ്പ് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരുന്ന സമയത്തോ വണ്ടിയിൽ വീണ്ടും സ്റ്റിക്ക് ഓൺ ചെയ്യുക, അല്ലാത്ത സമയത്ത് റിമൂവ് ചെയ്ത് വെക്കുക. വണ്ടി സ്റ്റോക്കായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. എന്നാൽ ഓഫ് റോഡ് പോകുന്ന സമയത്ത് മാത്രം നമുക്ക് ഈ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാനും പറ്റും. നിലവിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഓഫ് റോഡ് വണ്ടികൾക്കും നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഇതിനകത്ത് പ്രിന്റ് ചെയ്ത് വരുന്ന ഡിസൈൻ നമുക്ക് കസ്റ്റം ഏത് വേണമെങ്കിലും ചെയ്യാനും പറ്റും. ഇത് എൻ്റെ സ്വന്തം പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സാധനം കൊള്ളാം കേട്ടോ. അത് കൊള്ളാം. എന്റെ വണ്ടി എന്റെ ആ കോച്ച് എല്ലാം വെച്ച് കോച്ച് എന്റെ വണ്ടി ഇത് താഴോട്ട് ടെസ്റ്റ് ആക്കിയത്. എന്റെ വണ്ടിയുടെ രണ്ട് സൈഡും ഇതുപോലെ ആയി കഴിച്ചു. ഇതുപോലെ ആയി രണ്ട് സൈഡും. അത് ജസ്റ്റ് ഓപ്പൺ ആക്കിയടാ. നന്നായിട്ട് എൻജോയ് ചെയ്ത് നമ്മളൊരു ഓഫ് റോഡ് ട്രിപ്പ് കഴിഞ്ഞു. ഇങ്ങനെയായി എന്റെ താറിന്റെ രണ്ട് സൈഡും. ഞാൻ റീപെയിന്റ് ചെയ്യാൻ കൊടുത്തേക്കോ. റീപെയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് പെയിന്റ് കട്ടാവടുത്ത് പോളിഷ് ചെയ്യാനും ബാക്കി കുറച്ചെടുത്ത് എനിക്ക് ഡെന്റും ഇതും ഉണ്ടായിരുന്നു. ഓഫ് റോഡല്ലേ പോണേ, അതുകൊണ്ട് മൊത്തത്തിൽ ഇതായി. ടിവിയുടെ ലിവർ ചെയ്യാനോ ഞാൻ ചോദിച്ചു നോക്കാം. അവർ ചെയ്തു തരുമെന്ന് ചോദിച്ചു നോക്കട്ടെ. ചോദിച്ചു നോക്കണം ചെയ്യാം. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ പോളിഷും ഇതെല്ലാം ചെയ്ത് ഞാൻ വണ്ടിയുടെ ബമ്പർ മാറ്റി റോമാൻ മാർ3 ആക്കി. അല്ല പണിയെല്ലാം കഴിഞ്ഞപ്പോ 31st കിട്ടും വണ്ടി. മാറ്റി ഇത് വഴി തന്നെ എന്തെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കയറുന്നത്. നീ പറഞ്ഞ വണ്ടി കറക്കിയൊരു കറക്കമുണ്ടല്ലോ. ആക്കി നോക്കുമ്പോ ഞാൻ തേടും. ചില ദിവസം ഞാൻ ഭയങ്കര ഹൈപ്പർ ആയിരിക്കും. എന്താ പറയുന്നില്ല, പിന്നീട് എനിക്ക് കാണുമ്പോ എനിക്കെന്നെ നാണം വരും. എനിക്ക് അറിഞ്ഞൂടാ എന്താ. എടാ ഫുട്ബോൾ വീഡിയോ വേലോട്ട് പോട്ടെ. ഇനി ഫുട്ബോൾ വേണ്ട. അത് മേലത്ത് ഗോകുന്റെ അടുത്ത് പാർട്ടി ഇത് വേറൊരു സാധനം. ട്രിപ്പ് പண்றாரு அது மட்டும் മനസ്സിലായതാ. വേറെ വലിയൊരു മനുഷ്യൻ. അത് ഈ ലോകത്തിൽ നിൽക്കാൻ വേണ്ടിയവിടെ അല്ല. എനർജി നോക്കിയ പുള്ളിന്റെ. ജയിച്ചമ്പോ
എന്ത് പ്രശ്നമുണ്ടെങ്കിലും എല്ലാം മറന്ന് ഇന്ന് നമ്മൾ സ്ട്രീം എൻജോയ് ചെയ്യാൻ പോകും. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും കുറച്ചു നേരത്തേക്ക് 2-3 മണിക്കൂർ കേട്ടിട്ട് നമ്മളെല്ലാം മറന്നുകൊണ്ട് നമ്മളിന്ന് സ്ട്രീം എൻജോയ് ചെയ്ത് കാണാൻ പോവുകയാണ്. കേട്ടോ ഈ DJ പരിപാടിക്ക് എന്തിനാണ് ഇവര് പിയാനോ എടുത്തോണ്ട് വെച്ചിരിക്കണത്? കൺസോൾ ഓക്കെ, ഈ പിയാനോ എടുത്ത് എന്തിനാണ് വെച്ചിരിക്കണേ? എന്തിന് എനർജിയാണ് ഇവന്? ഈ ഗോഗ് ഭയങ്കര പോസിറ്റിവിറ്റി അല്ലേ? സത്യം. എനിക്കത് മലവട്ടം തോന്നിയിട്ടുള്ള കാര്യം ഭയങ്കര പോസിറ്റിവിറ്റിയാ. ഏതാ സോങ് എനിക്കറിഞ്ഞൂടാ, കിട്ടില്ല പാട്ട്. ഇത് ഏത് പാട്ടറാ ഇത്? ഏത് ട്രാക്കടാ ഇത്? മറ്റേ ഷെസം ആ സാധനം കയ്യിലുള്ളവർക്ക് വേണേ ഇത് പ്ലേ ചെയ്തൊക്കെ ഇത് മനസ്സിലാവും ഏതാ ട്രാക്കെന്ന്. വിഷയം ട്രാക്കല്ലേ? ഏതാടാ ട്രാക്ക്? മൂവിങ് ടു ദ സൺ. ഓ കൊള്ളാം കൊള്ളാം കൊള്ളാം. വിഷയം കേട്ടോ, കിടിലൻ ട്രാക്ക്. ഗോൾഡൻ ഡേയ്സ് പ്ലേ ചെയ്തേ. അല്ലെങ്കിലും അത്ര നേരം നിലനിൽക്കുന്ന എന്താ റോളെ? സ്വന്തം നാട്ടിൽ ഇമാതിരി ബോണ്ടൊക്കെ ഉള്ളവര് ഇപ്പോഴും നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ടിലേക്ക് നിങ്ങൾ കൊച്ചിന് തൊട്ടേ ഇപ്പോഴും ഒരുമിച്ച് ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങളൊക്കെ ഭയങ്കര ലക്കിയാ ഗൈസ്. സത്യമായിട്ടും ഞാൻ പറയാത്. ഒരുമിച്ച് കളിച്ച് വളർന്നിട്ട് ഇപ്പോഴും നിങ്ങൾ ഇങ്ങനെ ആ ബോണ്ട് അതേപോലെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ യു ഗൈസ് ആർ സോ ലക്കി. ആനിമേഷൻ ക്വാളിറ്റി സോ ഗുഡ്. Can't tell it's an animation until you വീഡിയോക്ക് ക്വാളിറ്റി ഇല്ല. വേറെ വീഡിയോ solo level. ഗൈസ് ഇത് മറ്റേ എൻഹാൻസ്ഡ് വല്ലതാണോ അതോ ഈ ആനിമി ഇങ്ങനെയാണോ? ഈ ക്വാളിറ്റി ഉണ്ട് ഈ ആനിമിക്ക്? ഈ ക്വാളിറ്റി ഉണ്ടോ? ഓജി റിയൽ ആണ്. കോച്ച് കണ്ടിട്ടില്ല? കോച്ച് കണ്ടിട്ടുണ്ടോ? ഈ ക്വാളിറ്റി ഉണ്ടോ ഈ ആനിമിക്ക്? യെസ്. பட் ஆனா இப்ப இந்த 3rd சீசன் மூவிയാണ് இது இப்ப வரப்போறது மூவிയാണ്. அதனாலதான் இப்ப லைக் ரியல் டைப் அத அவட காணிச்சு கண்ட அந்த பில்டிங்ஸ் எல்லாம் காணிச்சல அது வந்து மூவிக்காக இது வருது. ஓகே ഇത് കണ്ടായിരുന്നു. അടുത്തോട്ട് ഡ്രീമറിനെ കാണുമ്പോ ഞാൻ ഇത് റീലായിട്ട് ചെയ്യാൻ കഴിച്ചു ഞങ്ങള്. വയസ്സില്
ഫ്ലെക്സിബിലിറ്റി കളിച്ചു. ഓ എന്റെ അമ്മോ, വിഷയം. മേ ബി ദേ ഹേറ്റ് വീഡിയോ ഫുട്ബോൾ Мы арендовали взлетную полосу длиной 1500 метров, чтобы посмотреть, кто быстрее доедет до финиша за 13 дней. Вы готовы? വണ്ടികളൊക്കെ നേരെ നോക്കി. По щелчку! А мне некуда торопиться. കലങ്ങനെ ഓടിച്ചു പോണത്. കാളവണ്ടിക്ക് പോണത് ഇവിടെ. എന്തൊക്കെയാണ് തോന്നുന്നു. ദേ എല്ലാം തോന്നുന്നു, അത് വണ്ടിയാന്ന് തോന്നുന്നത്, അങ്ങനെ ഉണ്ടാക്കിയതാ തോന്നില്ല. ഏന്ന് പ്ലേ Maybe. അയ്യേ எனக்கு இத பார்த்தோன்னே SRK தோணுச்சுன்னு தெரியல. இவன் தான் அந்த மாதிரி ட்ரெஸ் സത്യം എവിടെന്നെങ്കിലും ചാടി വരുന്നു വിചാരിച്ചു. കലോത്സവത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കാനൊക്കെ പറ്റൂടാ? കലോത്സവത്തിൽ ഇങ്ങനെയൊക്കെ കാണിച്ചാ അടിച്ചിറക്കൂലേ അവര്? സത്യം പറ്റിച്ചതാണ് ആൾക്കാരെ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ? വെരി ഓൾഡ് വീഡിയോ ആണ്. സ്കൂൾ ലെവലിലൊക്കെ പറ്റുമെന്ന്. കോളേജ് ആർട്സ്. ഓ ഓക്കെ. ഇതൊരു നോർമൽ സൈക്കിൾ അല്ലേ? ഇത് വിഷയമില്ല. കോഴി വേസ്റ്റ് ആയില്ലേ? ഇത് എവിടാ ഇത്? കോഴിക്കോട്. കാലിക്കറ്റ് ആണ്. അഴീക്കൽ. ഓ അമ്പോ, കൊള്ളാം. വിഷയം. പ്ലേ ചെയ്തോ. Yeah, you already know. Who got the keys to the city? That's me. Who's always looking so pretty? Who's making moves, staying busy? That's me. Got the whole world spinning, feeling dizzy. You see me walk in the spot, yeah, the crowd go wild. Goes wild. To the new watch, that's a new lifestyle. Cha-ching. They see the drip on my head. കുതിരയൊന്നുമല്ല, അത് കുതിരയും ഡൈനോസറോട് എന്തോ ക്രോസ് ബ്രീഡ് എന്തോ ചെയ്ത സാധനം. അത് എന്തോ അത് കുതിരയത്. എന്തൊരു വലിപ്പം അതിന്. അയ്യോ, പ്ലേ ചെയ്തേ. ആ കരയിലാരാ നോക്കി? നിങ്ങക്ക് മനസ്സിലായില്ലേ? വലത്ത് നിന്ന് ആദ്യം മരതൻ, തൊട്ടടുത്ത് നിൽക്കുന്നത് കുഞ്ഞനൻ, ജീപ്പിന്റെ മേളിൽ കയറിയിരിക്കുന്നത് കുറുപ്പ്, തൊട്ടപ്പുറത്ത് ചാടി നിൽക്കുന്നത് 4 കുപ്പിക്കണ്ണങ്ങളാ. അങ്ങനെ ശരി നീലകണ്ഠന്റെ പാട്ടാണ്. இந்த மணி எல்லாம் உங்க வீட்டுல போய் பேச മണിയൊക്കെ വീട്ടിൽ കൊണ്ട് അടിച്ചാൽ മതി. ആ സാധനം ഇവന്റെ ഈ ഇൻട്രോ ഉണ്ടല്ലോ, ഇതൊരു കിട്ടില്ല സാധനമായിരുന്നു അത്. ആ ഇൻട്രോ താഴെ The most powerful failure you will ever try. Ever here.
ever failed. ഓ ഈ സാധനം ഈ പുള്ളിയാണോ പറഞ്ഞേ? No matter. Try again. Fail again. Fail better. The world is yours. Treat everyone kindly and light up the night. എന്റെ അമ്മോ, ഇത് ഞാനിങ്ങനെ ഇത് ആരാ പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ കൈ. സത്യം പറഞ്ഞ ഞാനിത് ഇങ്ങനെ റീലില് കട്ടായിട്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഓ എല്ലാവരും അങ്ങനെ തന്നെ. ആണല്ലേ? Don't share your big dreams with small-minded people. If you want that dream to be shot down, share it with small-minded people. Look for big-minded people, and they will cause your dream to become bigger. And one of those big-minded people is standing in front of you. അതെന്താ മേളില് ഈഗിൾ ബ്രോ വെച്ച് ചെയ്ത സോങ് ആണോ ഒന്ന് കേട്ട് നോക്കണേന്നോ? എന്താ പ്ലേ ചെയ്തേ? ഇതന്ന് നമ്മള് കേട്ട പാട്ടാണോ? മഴവിൽ നിറമായി നീ വന്ന നേരം മറന്നുപോയ സ്വപ്നങ്ങൾ പൂത്തുലഞ്ഞു. മിഴികൾ തുറന്നപ്പോൾ നിന്നെ തേടി ഞാൻ നിശബ്ദം കുഴപ്പമില്ല. പുത്തപിള്ളേരൊത്തിരി വന്ന് പട്ടപിടിച്ചാലും ലക്ക് കൊണ്ടത് ഹിറ്റടിച്ചിട്ട് തക്കിടിച്ചാലും ഈ ഗെയിമിലെ തര ടീം വന്നിട്ട് ഫെയിം എടുത്താലും greatest of all time. നീയൊക്കെ പണി 1000 പണി ഞാൻ ഞെട്ടിച്ചാലും കുറവ് പറഞ്ഞെന്റെ ഈ ഗെയിമിലെ തര ടീം വന്നിട്ട് ഫെയിം എടുത്താലും മറ്റേ greatest of all time. നീയൊക്കെ പണി 1000 പണി ഞാൻ ഞെട്ടിച്ചാലും പുറകിൽ നിന്നെ കുറവ് പറഞ്ഞെന്റെ ഓരോ കാണാലും ഇതൊന്നും എന്റെ പിയാറല്ലടാ. എന്തിന്? പക്ഷെ അത് കൊള്ളാട്ടോ, അത് നല്ല രസമുണ്ട്. ആ വീഡിയോ നല്ല രസമുണ്ട് കാണാൻ. പാട്ടിന് നല്ല സിങ്ക്. അയ്യേ എന്താ ഞാനിപ്പോ കണ്ടേ? നമ്മള് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ചെയ്ത് കണ്ടത് ആദ്യമായിട്ട്. തൂറി എറിയാതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. എന്റെ ആളിയാ എന്തൊക്കെ കേക്കണത്? ഹലോ ദർശന, എനിക്കിപ്പോ സത്യം പറഞ്ഞ ഈ സിറ്റിയിൽ കണ്ടാ തിരിച്ചറിയാവുന്ന ഒരേ ഒരു പെൺകുട്ടി ദർശന മാത്രമാണ്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും നിന്നിട്ടില്ല വാസു. എന്തേലും ഒന്ന് ചോദിക്കോ, എന്തേലും ഒന്ന് സംസാരിക്കോ. സത്യസന്ധമായിട്ട് പറഞ്ഞോട്ട് നോക്കി, എന്നെ ഇങ്ങനെ ആക്കിയത് ആരാ? എന്നെ ഇങ്ങനെ ആക്കിയത് ആരാ? പെണ്ണുങ്ങളോട് സംസാരിക്കാൻ അറിയാനൊന്നും പറ്റാതെ ഒന്നും ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ എന്നെ ഇങ്ങനെ ആക്കിയത് ആരാ? പറ, ഇപ്പൊ പറ. അത് ചോദിക്കാ, അത് ഉത്തരവാദിത്തം മുരടിച്ച് പോയി. പണ്ട് തൊട്ടേ ഗ്യാങ്ങിന് വേണ്ടി സംസാരിച്ച് പെണ്ണുങ്ങളുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും മറന്നുപോയി. ഞാനിപ്പോ എന്ത് ചെയ്യണ്ടേ പറ. ഒന്നും ചെയ്യണ്ട. എനിക്ക് ബാലർ സമയമൊക്കെ ചോദിക്കി. സഫലമാകാത്ത നിന്റെ പ്രണയം സാക്ഷാത്കരിക്കാൻ ഈ ആകാശം പിളർന്ന് പുനർജന്മമെടുത്ത് നീ വീണ്ടും വരും ഭൈരവാ. ഹലോ 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 കേക്കാമോ? കേക്കാം. പേരെന്താ? മോഹിനി പേ എവിടെ പോണാലോ വിടാതില്ലോ. പോയാൽ വൃഥായി ജന്മം. പാട്ട് റോസ് ക്രീം എന്റർടൈൻമെന്റ്സ് കൊള്ളാൻ അടിപൊളി, നല്ല കണ്ടന്റ്. പ്ലേ ചെയ്തോട്ടെ, പ്ലേ. ഞാൻ വരച്ചത് എങ്ങനെയുണ്ട്? കണ്ട പോലെ തോന്നുന്നു ഈ സാധനം.
കഴിഞ്ഞാൽ വേറൊരു പിക്ചറാ മനസ്സിൽ വന്ന എന്റെ ഔട്ട്ലൈൻ കണ്ടപ്പോ ഞാൻ മറ്റേ ഈ തലയിൽ കൂടെ മറ്റേ ഇതിട്ടിട്ടുള്ള ഒരു പിക്ചറല്ല, ആ സാധനമാണ് എന്റെ മനസ്സിൽ വന്നത്. സത്യം പറഞ്ഞ കൊള്ളാം കൊള്ളാം, അടിപൊളി. ഞാൻ നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ പ്ലീസ്. അടുത്ത വീഡിയോക്ക് മുമ്പ് ഒരു മിനിറ്റ്. കുറച്ച് അവന്മാര് എന്നെ കുറെ വീഡിയോയുടെ അടിയിൽ ഇത് ഇങ്ങനെ അതൊന്ന് പറയണേ. ഇങ്ങനെയൊക്കെ വെട്ടി വെക്കുന്നുണ്ട്. എല്ലാവരും വിചാരിച്ചിരിക്കണത് ഞാൻ ഇരുന്ന് റിയാക്ട് ചെയ്യണതാണ് ആ വീഡിയോ ഒക്കെ എന്ന്. എടാ ആ വീഡിയോക്കൊക്കെ 4 മില്യൺ 5 മില്യൺ 6 മില്യൺ വ്യൂസ് ഒക്കെ. എന്നിട്ട് എല്ലാവന്മാരും എന്നെ ഇരുന്ന് തള്ളക്കി വിളി അതിനകത്ത്. ഇതിന് ഇത്ര റിയാക്ഷൻ ഇടേണ്ട കാര്യം എന്താ? അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ല. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കൈസ്. അവര് വിചാരിക്കും ചിലപ്പം ഞാൻ ഇരുന്ന് ഇങ്ങനെ ഇത് കണ്ടു തൊലിക്കുന്നതായിരിക്കും. എന്നെ തള്ളക്കും തന്തയ്ക്കും എല്ലാം ഉണ്ട് എനിക്ക്. മനസ്സിലായി? അമ്മാതിരി വിളി എനിക്ക് കിട്ടണേ. എന്നിട്ട് ഇതൊരു ഞാൻ പിന്നെ വേറെ ദിവസം നമ്മുടെ ലൈവ് ഇട്ട പയ്യനുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം നമ്മുടെ ലൈവ് ഇത് ചെയ്തേ, അവൻ പറയുക ബ്രോ എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരരുത്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ചാനലാണെന്ന്. 40,000 ഫോളോവേഴ്സ് വരെ അവന് എത്തിച്ചിട്ട് അവൻ എന്റെ കിക്ക് ലൈവ് യൂട്യൂബിൽ ലൈവ് ഇടുന്നു. ഞാൻ എന്ത് പറയാൻ ഈ പയ്യന്മാരുടെ ഗൈസ്. ഇനിയെങ്കിലും നിങ്ങളെ എന്റെ എന്തെങ്കിലും റിയാക്ഷൻ വീഡിയോ കാണുവാണെങ്കിൽ അത് ഞാൻ ചെയ്തത് തന്നെ ആണോ എന്ന് വെരിഫൈ ചെയ്തിട്ട് ചീത്ത വിളിക്കണേ പ്ലീസ്. നാട്ടുകാർ മൊത്തം അയച്ചേരിയ ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞത് അതെ എല്ലാ ഗ്രൂപ്പിലും വന്നായിരുന്നു. എല്ലാരും മെസ്സേജ് അയക്കും എപ്പോഴും. ഞാനത് ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് മറ്റവനങ്ങ് കൊടുക്കാം അല്ലേ മാറിയ ഇടുന്നവന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാം. അവൻ കരയുന്നെങ്കിൽ ഇരുന്ന് കരയട്ടെ. ലൈറ്റ് ഓഫ് ഇല്ലടാ അതിന്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞു പോയത്. അതിന്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞത് ഉണ്ട്. ലൈറ്റ് ഉണ്ട് ഇപ്പോഴും. ഫേസ്ബുക്കിലാണ് മെയിൻ. ഫേസ്ബുക്കിലുണ്ടോ? അത് യൂണിവേഴ്സ് നമുക്കത് അറിയാത്ത. ഫേസ്ബുക്കിലുണ്ടോ ഞാൻ? ഓക്കെ, അപ്പൊ പിന്നെ കൺഫേം വീട്ടുകാർ മൊത്തം തുമ്മും. ഞാൻ അവസാനമായിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് ഏത് വർഷത്തിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അള്ളേ അപ്പൊ ജെൻസി പിള്ളേരുടെ മാത്രമല്ല, അമ്മാവന്മാരുടെ ആന്റിമാരുടെ വരെ തള്ളക്കി വിളി ഉണ്ട് എന്റെ തലയ്ക്ക് മുകളില്. വെറുതെ ആണോ എന്റെ ഒരു കാര്യങ്ങളും ശരിയാവാത്തെ? ഇടുത്തി വീണ പോലെ ചെവിക്കകത്ത് ഇയർബഡ്സ് പോവുക, ഡിസ്കോഡ് ഓപ്പൺ ആവാതിരിക്കുക, ഇവരുടെ എല്ലാം പ്രാക്കി തലയിൽ നിൽക്കും എന്റെ. അയ്യ എനിക്ക് ഇതൊന്നും കേൾക്കാൻ. പ്ലേ ചെയ്തോളാത്. Ronaldo's nowhere near the level of Messi. Ronaldo is one of the greatest goal scorers of all time. Messi is the greatest player of all time. It's not even close. ബാക്കിയില്ലതില്ല കേട്ടാ. പുള്ളിക്ക് അണ്ണാക്കിയിട്ടൊരു സാധനമുണ്ട്, അതിട്ടില്ല പോയിരുന്നു നാളമാരി. ഇത് അവിടെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞത്. ഇവനെ പറഞ്ഞിട്ടാണ്. ടീച്ചർ ഫോൺ സ്റ്റാർട്ടഡ് റിംഗിങ് ഡ്യൂറിംഗ് ലെക്ചർ. ഈ റിംഗിന്റെ കൂടെ ഓർമ്മയുണ്ടോ? ഇത് കണ്ടതാ ആ വീഡിയോ, ട്രയോ കണ്ടതാ. ഇപ്പഴത്തെ എന്താ ഇത് കണ്ണാടി വെച്ചിരിക്കുന്ന പയ്യന്റെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത്. വീഡിയോ ഫോട്ടോ ഇതാണ് ഇന്നലെ ലൈവ് ഇരുന്ന് പറഞ്ഞായിരുന്നു ചേട്ടാ, എന്റെ റൈബാനേക്കാൾ നല്ലൊരു ക്ലാസ് അവന്റെ ഉണ്ടെന്ന്. ഇത് തിമിര സർജറി ചെയ്ത് കഴിയുമ്പോ ആശുപത്രിയിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ക്ലാസ്. ഇത് ആദ്യത്തെ ഒരാഴ്ച കണ്ണി പൊടിയടിക്കാൻ കൊടുക്കുന്ന ക്ലാസ്. ഇത് റൈബാനേക്കാൾ നല്ല ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ 100 രൂപ കിട്ടുമല്ലോ. 100 രൂപ ഇല്ല ഇതിന്. 100 രൂപയ്ക്ക് 2 എണ്ണം കിട്ടും. അത് കണ്ടതാ, മറ്റേ വീഡിയോ കണ്ടതാ. ഇത് പ്ലേ. സത്യല്ലേ ഗൈസ്, ഞാൻ വേറെ പെട്ടെന്ന് നിങ്ങളടുത്ത് എനിക്ക് എക്സോട്ടിക് പെറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഇതിനെയൊക്കെ ഭയങ്കര പേടിയാ. ഇനി
പല്ലെടുത്ത് കളഞ്ഞ് വിശപ്പല്ലെടുത്ത് കളഞ്ഞ് ഇതിനി വായി കഴിട്ടാൽ പോലും കടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്കൊരു പാമ്പിനെ തൊടാൻ പേടിയാണ്. ഞാൻ ഇതുവരെ ആ സാധനത്തിനെ കയ്യിലെടുത്തിട്ടില്ല. എനിക്ക് പേടിയാ ഗൈസ്, സത്യമായിട്ട്. എനിക്ക് എന്തോ വേറെ എന്തിനും ഞാൻ റെഡിയാ, വേറെ എന്തിനും റെഡിയാ. പുലി കടിക്കത്തില്ല, പുലിയുടെ കൂടെ ഒരു ദിവസം നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ നിൽക്കും. പക്ഷെ എനിക്ക് ഈ പാമ്പിനെ ഉണ്ടല്ലോ, അതിന് പറ്റൂല. എനിക്ക് അതിൻ്റെ കൂടെ നിൽക്കാനും കയ്യിലെടുക്കാനും എനിക്ക് മുട്ട പ്രശ്നം. എനിക്ക് അറിഞ്ഞൂടാ അതെന്താന്ന്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് പാമ്പിനെ തൊടാൻ പറ്റൂല ഗൈസ്. നോളൻ ക്ലാസ്. My life is like a Christopher Nolan movie. I don't really understand what's going on. What would you tell him or her? I'd say don't try to understand it, just feel it. പുള്ളിയുടെ പുതിയ പടം ഇറങ്ങിയായിരുന്നല്ലോടാ, ഏതായിരുന്നു എടാ? പുള്ളിയുടെ പുതിയ പടം ഏതായിരുന്നു? ഒഡീസി. നീ കണ്ടില്ല സ്കൈഡാക്സേ? എനിക്കറിഞ്ഞൂടാ, ഇതൊന്നും ഞാൻ കാണാറില്ല. ഞാനും കണ്ടു. നീ കണ്ടോ? ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടില്ല. നമ്മളാരും കണ്ടില്ല. കാണാം. അത് ഐമാക്സിൽ തന്നെ കാണണോടാ, കാണുവാണെങ്കിൽ. അതാ ഞാൻ കാണാത്ത. നമ്മുടെ നാട്ടിൽ ഐമാക്സ് ഇല്ല. പാലക്കാട് ഐമാക്സിലല്ലേ? ഇല്ല. എടാ നിന്റെ നാട്ടിൽ ഇപ്പോഴും മറ്റേ തറയിലിരുന്ന സിനിമ കാണുന്ന തിയേറ്റർ അല്ലേ? പിന്നെ അങ്ങനെ ഒരു തിയേറ്റർ ഉണ്ട്. പക്ഷെ വേറെ വീഡിയോ ഇടണാടാ. അറിയാം. അണ്ണൻ സീനാണല്ലോ. You are Eagle Gaming, right? Who is that? You are Eagle Gaming, right? We really like your videos. Oh, thanks. By the way, are you free on Friday night? No, I have a wife. അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലേ വേറെ? അതിനായിരുന്നു ഞാൻ ഇരുന്നത്.